കാറ്റത്തെ കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധിയുടെ ഓഫീസിൽ ചെന്ന് ബഹളമുണ്ടാക്കി നിധിയുടെ ബോസിനെ സുധീഷ് ചീത്ത വിളിച്ചതറിഞ്ഞ് രാത്രി ജോലി കഴിഞ്ഞെത്തിയ സുധീഷിനെ നിധിയും വീട്ടുകാരും കുറ്റപ്പെടുത്തുമ്പോഴേക്കും അത് സഹിക്കാനാവാതെ ടെൻഷനോടെ ആ രാത്രി വീട്ടിലേക്ക് വരാതെ ടാക്സിയിൽ തന്നെ കിടന്നുറങ്ങുകയാ സുധീഷ്. രാവിലെ സുഭാഷ് പറഞ്ഞതനുസരിച്ച് നികേഷ് അവന്റെ മൊബൈലിലേക്ക് വിളിക്കുമ്പോഴേക്കും നിധി നികേഷിന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ പിടിച്ചു വാങ്ങി സുധീഷിനോട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാനായി പറയുക. വീട്ടിലേക്കുള്ള യാത്രയിൽ സുധീഷ് ഒരു വളവ് തിരിയുമ്പോഴേക്കും അവന്റെ ടാക്സിയും എതിരെ റോങ്ങായി വന്ന ഒരു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുക. താൻ തെറ്റുകാരനല്ലെന്ന് പറഞ്ഞ് സുധീഷ് വാദിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും സുധീഷിന്റെ ഭാഗത്താണ് തെറ്റെന്ന് ആരോപിച്ച് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. സൺഡേ ആയതിനാൽ സുഭാഷ് ചിക്കൻ വാങ്ങിക്കാനായി മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നേരമായിരുന്നു സുധീഷിന്റെ മൊബൈലിൽ നിന്ന് താൻ സ്റ്റേഷനിലാണെന്നും പറഞ്ഞ് അവന് കോൾ വരുന്നത്. ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ച് പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വരാനായി സുധീഷ് പറയുകയാണ്. സുഭാഷിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞ നിധിയും ഹരീഷും സുഭാഷിന്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോവാൻ തയ്യാറാവുകയാണ്. അങ്ങനെ അവർ അവരുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്യാഷും സുധീഷ് അലമാരയിലെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ക്യാഷും എടുത്ത് സ്റ്റേഷനിലേക്ക് തിരിക്കുക. സ്റ്റേഷനിലെത്തിയവർ സുധീഷിന് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിലും SIയുടെ മകനെ മനഃപൂർവ്വം കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് കേസെന്നും FIR ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ബാക്കിയെല്ലാം കോടതിയിൽ വെച്ച് നോക്കാമെന്നും പറഞ്ഞ് സുധീഷിന്റെ ട്രാവൽസ് ഓണർ തോമസ് ചേട്ടനോട് പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാനായി വിളിച്ചു പറഞ്ഞ് സുധീഷിനെ സെല്ലിലിട്ട് അടയ്ക്കുകയും സുഭാഷിനെയും കൂട്ടരെയും പോലീസ് സ്റ്റേഷനെ പുറത്താക്കുകയും ചെയ്യുകയാ SI. പിന്നീട് തോമസ് ചേട്ടൻ സ്റ്റേഷനിലേക്ക് എത്തി. അവർ വീണ്ടും SIയുമായി ചർച്ച നടത്തുമ്പോഴേക്കും 75,000 രൂപയ്ക്ക് കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് SIയും കൂട്ടരും സമ്മതിക്കുക. അങ്ങനെ അവരുടെ കയ്യിലുള്ള ക്യാഷും ബാലൻസ് തോമസ് ചേട്ടന്റെ കയ്യിൽ നിന്നും നൽകി അവർ സുധീഷിനെ പുറത്തിറക്കുന്നുണ്ട്. സെല്ലിൽ നിന്നും പുറത്തിറക്കിയ സുധീഷിന്റെ ദേഷ്യത്തോടെയുള്ള പെരുമാറ്റമെല്ലാം കണ്ട് SI അവന്റെ ലൈസൻസ് 1 മാസത്തേക്ക് അവിടെ പിടിച്ചുവെക്കുകയാ. അങ്ങനെ സുഭാഷും കൂട്ടരും ഒരു ഓട്ടോയിൽ സുധീഷിനെയും കൊണ്ട് വീട്ടിലെത്തുമ്പോഴേക്കും അവരെ കണ്ട് നികേഷ് അങ്ങോട്ട് ഓടി വന്ന് എന്ത് പറ്റി സുധീഷേട്ടാ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ഒന്നും പറയാതെ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാ. നികേഷും അവന്റെ പുറകെ അകത്തേക്ക് കയറുമ്പോഴേക്കും പുറകെ വരുന്ന നിധിയോടും സുഭാഷിനോടും ഉമർത്തിരിക്കുന്ന അച്ഛൻ എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും മറുപടി പറയാതെ അകത്തേക്ക് കയറി പോവുക. തളത്തിലെ ചേറിൽ ദേഷ്യത്തോടെ ഇരിക്കുന്ന സുധീഷിനോട് സുധീഷേട്ടാ എന്താ ഉണ്ടായതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് മറുപടി ഒന്നും പറയാതെ ദേഷ്യത്തോടെ തന്നെ ഇരിക്കുക. അവന്റെ തോളത്ത് കൈവച്ച് സുധീഷ് എന്ന് വിളിച്ച് സുഭാഷ് ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ദേഷ്യത്തോടെ സുഭാഷേട്ടന്റെ കൈ തട്ടി മാറ്റുകയാണ്. സുഭാഷ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും എന്താ ഉണ്ടായത് സുധീഷേട്ടാന്ന് നികേഷ് വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്ന് മിണ്ടാതിരിയിടാ എന്ന് ദേഷ്യത്തോടെ ഒച്ച വെക്കുകയാ സുധീഷും. സുഭാഷും ഒരു ഗ്ലാസ് വെള്ളവുമായി അങ്ങോട്ട് വന്ന് നികേഷെ അടങ്ങിയിരിക്കെന്ന് പറഞ്ഞ് സുധീഷെ ഈ വെള്ളം കുടിക്കെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് വെള്ളവും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് ആ ഗ്ലാസ് തട്ടി തെറിപ്പിക്കുക. അത് കണ്ട് ഹരീഷും ദേഷ്യത്തോടെ സുഭാഷേട്ടനോട് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കേ സുധീഷ് അവന് നേരെയും ഒച്ച വെക്കുന്നത് കണ്ട് എന്തു പറ്റി സുധീഷേട്ടനെ എന്ന് നികേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇയാള് തെറ്റായി വണ്ടി ഓടിച്ച് ഒരുത്തനെ ഇടിച്ചിട്ടു. പോലീസ് ഇയാളുടെ ലൈസൻസ് വരെ വാങ്ങി വെച്ചിരിക്കുക എന്ന് ഹരീഷ് പറയേ. ഞാൻ തെറ്റായി വണ്ടി ഓടിച്ചത് നീ കണ്ടോ? അവനാണ് റോങ് റൂട്ടിൽ കയറി വന്നത്. അതിന് എന്നെ എന്തിനിരയാക്കണം എന്നൊക്കെ സുധീഷ് അവന് നേരെ ഒച്ചവെക്കേ. സുഭാഷ് ഏട്ടനും അവനെ സമാധാനിപ്പിച്ചിരുത്തി ഇനി ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുക. അവന് ഞാൻ വെറുതെ വിടില്ല എന്ന് സുധീഷ് പറയേ. വെറുതെ വിടില്ലെന്നോ? പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ലൈസൻസ് വാങ്ങി വെച്ചത് പോലീസല്ലേ, അവരെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഹരീഷ് ചോദിക്കേ. പോലീസാണെന്ന് വെച്ച് നമ്മൾ അടിമകളാണോ? തെറ്റ് ചെയ്തവനെ വെറുതെ വിട്ട് എന്റെ മേൽ കൈവച്ചിരിക്കുന്നു. അവൻ വലിയ ആളാണെന്ന് കണ്ട് അവനെ സൽക്കരിച്ചിരുത്തി എന്റെ മേൽ കൈവയ്ക്കുന്നു എന്നൊക്കെ സുധീഷ് ദേഷ്യത്തോടെ പറയേ. എടാ സുധീഷേ, അവരൊക്കെ പോലീസുകാരല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ, വിടടാ എന്ന് പറയുന്നുണ്ടെങ്കിലും എന്നെ കൊണ്ടത് വിടാൻ പറ്റില്ല എന്ന് ദേഷ്യത്തോടെ സുധീഷും. ഇയാൾ വെറുതെ ദേഷ്യപ്പെടല്ലേ, വണ്ടി ഓടിക്കുകയാണെങ്കിൽ നല്ല പോലെ ഓടിക്കണം, അവിടെ ഇവിടെയൊക്കെ നോക്കി ഓടിച്ചാ എങ്ങനെ ഇരിക്കുമെന്ന് ഹരീഷ് പറഞ്ഞു തീരും മുമ്പേ സുധീഷും ദേഷ്യത്തോടെ അവന്റെ കരണത്ത് ആഞ്ഞടിച്ച് മിണ്ടാതിരുന്നോ, എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാതെ എന്ന് പറയുകയാണ്. ദേഷ്യത്തോടെയുള്ള അവന്റെ നിൽപ്പ് കണ്ട് സുഭാഷ് വീണ്ടും അവനെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ഏട്ടാ ദയവ് ചെയ്ത് എന്നോടൊന്നും സംസാരിക്കാതെ മാറിപ്പോയിക്കോ എന്ന് സുധീഷ് അവനോടും പറയുന്നുണ്ട്. ഉമ്മറത്തിരിക്കായിരുന്ന അച്ഛനും വിളിച്ചു പറയുന്നുണ്ട് വീട്ടിലെ ആണുങ്ങൾ എന്തിനാ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കുന്നതെന്ന്. അതുകൾക്ക് ദേഷ്യത്തോടെ സുധീഷ് അച്ഛനു നേരെ പോവാനൊരുങ്ങുന്നുണ്ടെങ്കിലും സുഭാഷ് അവനെ പിടിച്ചു വെക്കുകയാ. മിണ്ടാതിരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നോ, അല്ലെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോ എന്ന് ഹരീഷും അച്ഛനെ വഴക്കു പറയുക. നീ പോടാ എന്ന് അച്ഛനും. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന നിധിയും എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുക. നടന്നത് നടന്നുപോയി, സിറ്റുവേഷൻ മനസ്സിലാക്കുക എന്ന് പറയേ. സുധീഷും എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിധി എന്ന് പറയുക. ശരി, അത് വിട്ടേക്ക്, നമുക്ക് പോലീസുകാരുമായി വഴക്കുണ്ടാക്കാൻ പറ്റില്ലല്ലോ, നടന്നതൊന്നും ഇനി മാറ്റാനും പറ്റില്ല.
ലൈസൻസ് എങ്കിലും പെട്ടെന്ന് വാങ്ങിക്കാൻ കഴിയുമോ എന്ന് നോക്കണം. അതും കുറച്ച് സമാധാനത്തോടെ നോക്കണമെന്ന് നിധി പറയേ. എനിക്കിനി 1 മാസം വണ്ടി ഓടിക്കാൻ കഴിയില്ല. അതോർക്കുമ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് സുധീഷ് പറയേ. അതിനെന്തെങ്കിലും വഴി കണ്ടെത്താം. നിങ്ങളൊന്ന് സമാധാനമായിരിക്കെ, പെട്ടെന്നൊരു തീരുമാനം എടുക്കണ്ട എന്ന് നിധി പറയേ. സുധീഷും ദേഷ്യത്തോടെ റൂമിലേക്ക് പോയി ഡോർ അടച്ച് കട്ടിലിൽ ചെന്നിരിക്കുക. നികേഷും ടെൻഷനോടെ എന്താ ഏട്ടത്തി ഇത് എന്ന് ചോദിക്കേ. വീട് നികേഷേ. സുധീഷാകെ അപ്സെറ്റ് ആയിരിക്കുക. എല്ലാം ശരിയായിക്കോളുമെന്ന് നിധിയും. പോലീസുകാർ അവനെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്, അതാ അവന് ഇത്രയ്ക്കും ദേഷ്യം എന്ന് സുഭാഷ് പറയാം. എനിക്കും അത് തോന്നി. അത് ചോദിച്ചാൽ സുധീഷ് ഏട്ടന് ടെൻഷൻ ആവുന്നു കരുതിയാ ഞാൻ അക്കാര്യം പറയാഞ്ഞതെന്ന് ഹരീഷും പറയുകയാ. നീയൊന്നും പറയണ്ട ഹരീഷേ, മിണ്ടാതിരുന്നോ, അവൻ റെഡി ആയിക്കോളും എന്ന് സുഭാഷ് ഏട്ടനും പറയുന്നു. താൻ കടയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷ് അവിടുന്ന് പോകുമ്പോഴേക്കും നിധിയും ഹരീഷും നികേഷുമെല്ലാം ടെൻഷനോടെ തളത്തിൽ തന്നെ ഇരിപ്പാ. നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് ദേഷ്യത്തോടെയും ടെൻഷനോടെയും കട്ടിലിരിക്കുന്ന സുധീഷും SI തോമസ് ചേട്ടനെയും കൂട്ടരെയും കോംപ്രമൈസ് ചർച്ചയ്ക്ക് വിട്ട കാര്യം ഓർത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് താൻ അലമാരയിൽ ബാഗിൽ സൂക്ഷിച്ചു വെച്ച ക്യാഷ് അവിടെ ഉണ്ടോന്ന് നോക്കുകയാ. അതിൽ ക്യാഷൊന്നും കാണാതെ അവൻ ദേഷ്യത്തോടെ തളത്തിലേക്ക് വന്ന് ബാഗ് ഉയർത്തി കാണിച്ച് ഇതിൽ വെച്ചിരുന്ന ക്യാഷ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷിനോട്. ആ ക്യാഷ് എടുത്തിട്ടാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതെന്ന് ഹരീഷ് പറയും. അതിന് എന്റെ ക്യാഷ് എന്തിനാ എടുത്തതെന്ന് സുധീഷും. എല്ലാവരുടെ കയ്യിലുള്ള ക്യാഷും എടുത്തെന്ന് ഹരീഷ് പറയേ. അതിന് എന്നോട് ചോദിക്കാതെ എന്റെ ക്യാഷ് എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ച് സുധീഷ് ആ ബാഗ് തറയിലേക്ക് വലിച്ചെറിയുക. ഹരീഷും ദേഷ്യത്തോടെ എഴുന്നേറ്റ് ചെന്ന് പോലീസ് ഇയാളെ എങ്ങനെയാ വിട്ടതെന്ന് അറിയാമോ ഇയാൾക്ക്? അവർ ചോദിച്ച് ക്യാഷ് കൊടുത്തത് കൊണ്ടാ വിട്ടത് എന്നവൻ പറയുമ്പോഴേക്കും നിധിയും ഉമ്മർത്തിരിക്കായിരുന്ന അച്ഛനും അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ലുകയാ. ഇക്കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കേ. ഇപ്പോഴല്ലേ വീട്ടിലേക്ക് വന്നത്, എന്തെങ്കിലും പറയാൻ ഇയാള് സമ്മതിച്ചോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും അവരുടെ അച്ഛനും അങ്ങോട്ട് വന്ന് എടാ വിവരമില്ലാത്തവന്മാരെ, അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ നിങ്ങൾ അവർ ചോദിച്ച ക്യാഷ് കൊടുക്കാൻ പോയത്? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് സമർത്ഥിക്കണമായിരുന്നു. നിങ്ങൾക്ക് സമർത്ഥിക്കാൻ അറിയില്ലെന്ന് അച്ഛൻ പറയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോകുന്നുണ്ടോ എന്ന് ഹരീഷും അച്ഛനോടായി ചോദിക്കുന്നുണ്ട്. സുധീഷ് വീണ്ടും ഹരീഷിനോടായി എന്നോട് ചോദിക്കാതെ എന്തിനാടാ എന്റെ ക്യാഷ് എടുത്തത്? ആ ക്യാഷ് ഞാൻ എന്തിനാ കൂട്ടിവെച്ചതെന്ന് അറിയാമോ നിനക്ക്? അതെന്തിനാടാ എടുത്തതെന്ന് സുധീഷ് വീണ്ടും ചോദിക്കും. ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചുമ്മാ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കില്ല സുധീഷ് ഏട്ടാ. ക്യാഷ് കൊടുക്കാതെ ഇയാളെ പുറത്തിറക്കാൻ കഴിയുമായിരുന്നോ? ഇയാളുടെ കാര്യത്തിന് വേണ്ടിയല്ലേ സുഭാഷ് ഏട്ടൻ അത് ചെലവാക്കിയതെന്ന് ഹരീഷ് ചോദിക്കേ. എടാ അവൻ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അത് അവന്റെ ക്യാഷാ. അവന്റെ ക്യാഷ് നിങ്ങളോട് ആരാടെ എടുക്കാൻ പറഞ്ഞത്? ക്യാഷ് കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. പോലീസുകാർ അങ്ങനെ തന്നെയാ, ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതും കേട്ട് പറഞ്ഞ ക്യാഷും കൊടുത്ത് വന്നിരിക്കുന്നു. വിവരമില്ലാത്തവന്മാരെ എന്നൊക്കെ അച്ഛൻ ദേഷ്യത്തോടെ വിളിച്ചു പറയേ. നിങ്ങളോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത് എന്ന് ഹരീഷും. ഓ ഉടനെ എന്റെ വായടപ്പിച്ചു എന്നച്ഛൻ പറയുമ്പോഴേക്കും ഒരച്ഛനായ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നോ? ഇല്ലല്ലോ. അപ്പോ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാനേ പാടില്ല. മിണ്ടാതിരിക്കുന്ന ഹരീഷ് അച്ഛനോടായി പറയുമ്പോഴേക്കും ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയുന്നു സുധീഷും. അത് ഞാൻ സൂക്ഷിച്ചു വെച്ച എന്റെ ക്യാഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി അത് സൂക്ഷിച്ചു വെച്ചതായിരുന്നു. എന്നോട് ചോദിക്കാതെ അതെന്തിനാ എടുത്തതെന്ന് സുധീഷ് വീണ്ടും ചോദിക്കേ. ക്യാഷിനെ പറ്റി ചോദിക്കാൻ ഇയാള് ജയിലിലായിരുന്നില്ലേ എന്ന് ഹരീഷും. ഞാൻ ജയിലിലായിരുന്നെങ്കിൽ അത് എന്റെ പ്രശ്നമല്ലേ എന്ന് വെച്ച് എന്റെ ക്യാഷ് എന്നോട് ചോദിക്കാതെ എടുത്തു കൊടുക്കാൻ പാടുണ്ടോ? എടാ ക്യാഷ് കൊടുത്ത കാര്യം അവിടെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കുമായിരുന്നില്ലേ? ക്യാഷും വാങ്ങിവെച്ചു, ലൈസൻസും വാങ്ങിവെച്ചു. ബുദ്ധിയുണ്ടോ നിനക്ക്? ക്യാഷും കൊടുത്തു, ലൈസൻസും പോയി. പൊട്ടനാണോ നീ? ആലോചിക്കാൻ തീരെ ബുദ്ധിയില്ലേ എന്ന് സുധീഷ് ചോദിക്കേ. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഇയാൾ മര്യാദയ്ക്ക് സൂക്ഷിച്ച് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ആക്സിഡന്റ് ആയ സമയത്ത് തന്നെ അവനോട് ദേഷ്യപ്പെടാതെ അവിടെ വെച്ച് കോംപ്രമൈസ് ആക്കിക്കൂടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വരെ പോയി ഇവിടെ വന്ന് ദേഷ്യപ്പെടുന്നു എന്ന് ഹരീഷ് ചോദിക്കേ. എന്താടാ നീ പറയുന്നത്? നിനക്ക് ഇതുവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നിനക്ക് ദേഷ്യം വരുമ്പോ അതിന്റെ കാരണം നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറയാറുണ്ടോ? ഇനി ഈ കാര്യം നീ എന്നോട് സംസാരിക്കുകയേ വേണ്ട. എനിക്കതൊന്നും അറിയണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് എന്റെ ക്യാഷ് ഉടനെ വേണം. നീ എന്ത് ചെയ്തു ഏത് ചെയ്തു എന്നൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ ക്യാഷ് ഉടനെ വേണം എന്ന് സുധീഷും ഒച്ചവെക്കുകയാണ്. എന്നാ പിന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ഇയാളെ സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്ക് എനിക്ക് എന്റെ ക്യാഷ് വേണമെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് ഹരീഷ് പറയേ. ഞാനെന്തിന് ജയിലിൽ പോകണം? നിങ്ങൾ വിവരമില്ലാതെ എന്റെ ക്യാഷ് എടുത്ത് കൊടുത്തിട്ട് ഞാൻ ജയിലിൽ പോകണമെന്നോ എന്ന് ചോദിച്ച് സുധീഷ് ഹരീഷിനെ അടിക്കാനായി തുടങ്ങുകയാണ്. അവർ തമ്മിൽ ഓരോന്ന് പറഞ്ഞ് അടിയാകുമ്പോഴേക്കും നികേഷ് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കഴിയുന്നില്ല. നിധിയും അച്ഛനും അവരോട് മാറി നിൽക്കാനായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവർ അതൊന്നും ശ്രദ്ധിക്കാതെ അടിയുണ്ടാക്കുകയാ. എല്ലാം കണ്ട് നിധിയും പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോയി ഒരു പാത്രവുമായി അങ്ങോട്ട് വന്ന് ദേഷ്യത്തോടെ നിലത്തേക്ക് വലിച്ചെറിയുകയാ. ആ ശബ്ദം കേട്ട് അവരും മഴ നിർത്തി എഴുന്നേറ്റ് മാറി നിൽക്കുകയാ. ദേഷ്യത്തോടെ അവർ പരസ്പരം നോക്കി നിൽക്കുമ്പോഴേക്കും നിധി സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്താ വേണ്ടതെന്നാ ചോദിച്ചത്? തെറ്റാ നടന്നത്. അക്കാര്യവും പറഞ്ഞ് വീട്ടിലുള്ള നിങ്ങൾ തമ്മിൽ വഴക്കിടുകയോ?
നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇവിടെയുള്ള എല്ലാ ക്യാഷും എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസുകാർ നിങ്ങളെ അടിച്ചു. അതല്ലേ നിങ്ങളുടെ ഈ ദേഷ്യത്തിന് കാരണം? പ്രശ്നങ്ങളെല്ലാം തീർത്തൊതുക്കി സമാധാനമായി വീട്ടിലേക്ക് വന്നതല്ലേ? ഒന്നും ചെയ്യാൻ കഴിയാതെ നിങ്ങളെ ജയിലിൽ അടച്ചിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ലൈസൻസ് എന്നേക്കുമായി ക്യാൻസൽ ചെയ്തേനെ. ഇപ്പോ 1 മാസമല്ലേ വണ്ടി ഓടിക്കാൻ കഴിയാതുള്ളൂ. ആരോടുള്ള ദേഷ്യമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് തീർക്കുന്നു. മിണ്ടാതെ അകത്തേക്ക് പോവാനാ പറഞ്ഞതെന്ന് നിധി പറയേ സുധീഷും റൂമിലേക്ക് പോവുകയാ. സുധീഷിനെ ക്യാഷ് എടുത്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ വഴക്കിടുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് നിധി ഹരീഷിനെയും വഴക്കു പറയേ അവൻ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാ. പിന്നീട് നിധി അച്ഛനരികിലേക്ക് ചെന്ന് മക്കൾ അടികൂടി വഴക്കുണ്ടാക്കുമ്പോ വഴക്ക് കൂടരുതെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റണം. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഊതി വീർപ്പിച്ച് വലുതാക്കരുത്. പോലീസ് സ്റ്റേഷനിൽ എന്താ നടന്നതെന്ന് നിങ്ങൾ വന്ന് നോക്കിയിരുന്നു. ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ ഓരോന്ന് പറഞ്ഞ് എരികേറ്റിവിട്ട് അത് കണ്ടു നിന്ന് ആസ്വദിക്കുന്നു. ഇനി എങ്ങാനും ഈ വീട്ടിൽ വഴക്കും അടിയും ഉണ്ടായാലുണ്ടല്ലോ അപ്പൊ കാണിച്ചു തരാം എന്നവൾ ദേഷ്യത്തോടെ അച്ചവയ്ക്ക് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാ. അച്ഛനും ആകെ തളർച്ചയുടെയും ടെൻഷനോടെയും നിധി കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും നികേഷ് അവൾക്ക് കുടിക്കാനായി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയാ. അവളത് വാങ്ങി കുടിക്കുമ്പോഴേക്കും ഏട്ടത്തി ദേഷ്യത്തിലാണോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ദേഷ്യമൊന്നുമില്ലടാ, അത് വീടെന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. കടയിൽ പോയി തിരിച്ചു വരികയായിരുന്ന സുഭാഷും മുറ്റത്ത് നിൽക്കുന്ന ഹരീഷിനെ കണ്ട് എന്താടാ എന്തു പറ്റി, എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കേ. നല്ല തലവേദന, സുഭാഷ് ഏട്ടൻ അകത്തേക്ക് പോയിക്കോ എന്ന് ഹരീഷ് പറയെ സുഭാഷും അകത്തോട്ട് കയറി പോവുകയാണ്. സുഭാഷും തളത്തിലേക്ക് ചെന്ന് നികേഷേ എന്താടാ പറ്റിയത്? നിധി ഒച്ച വെക്കുന്നത് പുറത്തേക്ക് കേട്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പറ്റിയതെന്ന് പറയടാ എന്ന് പറയേ. വഴക്കുണ്ടായി സുഭാഷ് ഏട്ടാ എന്ന് നികേഷും. എന്ത് വഴക്ക് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. സുധീഷ് ഏട്ടൻ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ക്യാഷ് നമ്മൾ എടുത്തില്ലേ, അതെന്തിനാ എടുത്തെന്ന് ചോദിച്ച് സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും തമ്മിൽ അടിയുണ്ടാക്കിയെന്ന് നികേഷ് പറയുമ്പോഴേക്കും റൂമിൽ നിന്നിറങ്ങി സുധീഷും അങ്ങോട്ടെത്തുകയാ. സുഭാഷ് ഏട്ടാ, അവൻ ക്യാഷ് എടുക്കുമ്പോ എന്നോട് ചോദിക്കേണ്ടതല്ലേ, എന്നോട് ചോദിക്കാതെ എന്റെ ക്യാഷ് എടുക്കാമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ടെത്തുകയാ. അത്യാവശ്യത്തിന് എടുത്തതല്ലേടാ, തിരിച്ചു തരുമെന്ന് സുഭാഷ് ഏട്ടൻ പറയും. സുഭാഷ് ഏട്ടൻ എന്തിനാ അതെടുത്ത് കൊടുത്തത്? അങ്ങനെ അങ്ങ് വിട്ടാ മതിയായിരുന്നില്ലേ എന്ന് ഹരീഷ് ചോദിക്കുക. സുധീഷ് വീണ്ടും ദേഷ്യത്തോടെ അവനുമായി വഴക്കുണ്ടാക്കുകയാ. അവർ തമ്മിൽ വീണ്ടും വഴക്കിടുമ്പോഴേക്കും നിധിയും ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിർത്താനാ പറഞ്ഞത് എന്ന് പറയേ അവരും പതിയെ പിന്മാറി മിണ്ടാതെ നിൽക്കുകയാ. ടെൻഷനോടെ നിൽക്കുന്ന നിധിയെ കണ്ട് നീ ടെൻഷൻ ആവാതെ മോളെ എന്ന് അവളോടായി പറഞ്ഞേ. നിധി എന്തിനാടാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എത്ര തവണ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കണ്ടതിനും കേട്ടതിനുമെല്ലാം അടി ഉണ്ടാക്കരുതെന്ന്. എടാ ഹരീഷെ, അവനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി ലൈസൻസും അവിടെ വെച്ചിട്ടല്ലേ വിട്ടത്. നിനക്കക്കാര്യം മനസ്സിലാക്കി ഒന്നും മിണ്ടാതിരുന്നുകൂടെ? അവൻ ദേഷ്യത്തിലാണെന്ന് കരുതി നിനക്കവനെ വെറുതെ വിട്ടുകൂടെ? വീട്ടിനകത്തും ഇങ്ങനെ അടിയുണ്ടാക്കി നിങ്ങൾ എന്തു നേടാനാ പോകുന്നത്? തമ്മിൽ വഴക്കുണ്ടാക്കി മിണ്ടാതെ എല്ലാവരും ഓരോ മൂലയ്ക്ക് പോയി ഇരിക്കും അല്ലേ എന്ന് പറഞ്ഞ് സുധീഷിനോടായി. എടാ സുധീഷേ, നീയല്ലേ നിധിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? എത്ര കഷ്ടപ്പാട് സഹിച്ചാണ് അവൾ ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? എന്തിനാണ് വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത്? നിങ്ങളെ സമാധാനിപ്പിച്ച് അടക്കി നിർത്തുന്നത് നിധിയുടെ ജോലിയാണ്. കുറച്ചെങ്കിലും വിവരം വേണ്ടേ? വീട് വിട്ടു പോവാമെന്ന് നിധി പറയുമ്പോഴും ഇവിടെ തന്നെ താമസിച്ചാൽ മതിയെന്ന് നിങ്ങളെല്ലാവരും വാശി പിടിച്ചതല്ലേ? ഒരു പെണ്ണ് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നുള്ള ചിന്ത വേണം മനസ്സിൽ. എപ്പോ നോക്കിയാലും അടി, എന്തുണ്ടാക്കിയാലും അടി. ഇപ്പോ പോലീസിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചതിനാണോ ഈ ദേഷ്യം? നമുക്ക് അവരെ പോയി തിരിച്ചു തല്ലാനൊന്നും കഴിയില്ലല്ലോ. ഇതിനേക്കാൾ വലിയ അപമാനമെല്ലാം സഹിച്ചവരല്ലേ നമ്മൾ. ഒരു കഷ്ടകാലം കഴിഞ്ഞു, അടുത്തത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. നിങ്ങൾ അടികൂടി വഴക്കുണ്ടാക്കുന്നത് റോഡിലേക്ക് വരെ കേൾക്കാം. നാട്ടുകാർ നമ്മളെ മോശം പറയുന്നത് മതിയാവാഞ്ഞിട്ടാണോ വീട്ടിനുള്ളിലും അടിയുണ്ടാക്കി അത് നാട്ടുകാരെയെല്ലാം അറിയിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിലൊരു പെൺകുട്ടി താമസിക്കുമ്പോൾ ഇങ്ങനെ അടികൂടി വഴക്കുണ്ടാക്കിയ അവരെന്താ വിചാരിക്കുക? ഇനിയും ഈ വീട്ടിൽ നിങ്ങൾ തമ്മിൽ വഴക്കിടുകയും അടികൂടുകയും ചെയ്താൽ ഞാൻ ഉറപ്പായി നിധിയെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റും. സൂക്ഷിച്ചോ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ടെൻഷനോടെ നിൽക്കുന്ന നിധി ഒന്ന് നോക്കിക്കൊണ്ട് സുധീഷും പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. എടാ സുധീഷേ, നിൽക്കടാ, എങ്ങോട്ടാണ് നീ പോകുന്നതെന്ന് സുഭാഷ് ഏട്ടൻ വിളിച്ചു ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ മറുപടി ഒന്നും പറയാതെ വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോഴേക്കും ഹരീഷും ടെൻഷനോടെ അകത്തേക്ക് കയറി പോവുകയാ. നിധിയും സുഭാഷ് ഏട്ടനോടായി പറയുന്നുണ്ട്, ഞാൻ ദേഷ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവർ അടി നിർത്തില്ലായിരുന്നു എന്ന്. അതാ എനിക്ക് ദേഷ്യപ്പെടേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് കയറി പോവുകയാ. ടെൻഷനോടെ അവിടെ തന്നെ നിൽക്കുകയാണ് സുഭാഷും നികേഷും. പിന്നീട് രാത്രിയാവുമ്പോൾ ഒരു ബാറിൽ ഇരുന്ന് മദ്യപിക്കുകയാണ് ഭാസ്കരനും കൂട്ടുകാരും. അപ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വന്ന് ഒരു ടേബിളിലേക്ക് ഇരിക്കുന്നത്. വെയിറ്റർ അവന്റെ അരികിലേക്ക് വന്ന് എന്ത് വേണമെന്ന് ചോദിക്കെ ഒരു ബിയർ കൊണ്ടുവരാനായി പറയുക സുധീഷും. കൂടെ കഴിക്കാനായി ചിക്കൻ 65, ഓംലെറ്റ്, മീൻ പൊരിച്ചത് എന്തെങ്കിലും വേണോ എന്ന് അവൻ വീണ്ടും ചോദിക്കെ. അതൊന്നും വേണ്ട, ഒരു ബിയർ മാത്രം മതിയെന്ന് പറയേ അവനും അവിടുന്ന് പോവുക. അവൻ പോയി കഴിയുമ്പോഴേക്കും സുധീഷും ടെൻഷനോടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് SI ദേഷ്യത്തോടെ തന്റെ കരണത്തടിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടി കിട്ടിയതിന്റെ ദേഷ്യം ഇവിടെ വന്ന് കാണിക്കുകയാണോ എന്ന് നിധി ചോദ്യം ചെയ്തതുമെല്ലാം ഒക്കെ
ദേഷ്യത്തോടെ ഇരിക്കുന്ന സുധീഷിന്റെ അരികിലേക്ക് അവനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന അച്ഛനും എഴുന്നേറ്റ് ചെന്നിരിക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുകയായിരുന്ന സുധീഷും അച്ഛൻ തന്റെ അരികിൽ വന്നിരുന്നത് അറിഞ്ഞതുകൂടിയില്ല. അച്ഛൻ അവനെ തട്ടി വിളിച്ചുണർത്തുമ്പോഴേക്കും നിങ്ങളോ എന്ന് സുധീഷും. ഈ ചോദ്യം ഞാനാ ചോദിക്കേണ്ടത്, ഇത് എന്റെ സാമ്രാജ്യമാ. എന്റെ സാമ്രാജ്യത്തിൽ നിനക്കെന്താ ജോലി എന്ന് അച്ഛൻ ചോദിക്കേ. ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യും, ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടെ ഒച്ച വെക്കുകയാണ് സുധീഷും. എന്നോട് ഇറങ്ങിപ്പോവാൻ പറയാൻ ഇത് നിന്റെ വീടൊന്നുമല്ലല്ലോ. ക്യാഷ് കയ്യിലുള്ള ഏതൊരുത്തനും ഇവിടെ വന്ന് കുടിക്കാം. അല്ല എന്താ പ്രശ്നം ഇവിടെ വന്ന് ബിയറൊക്കെ അടിക്കാൻ എന്നച്ഛൻ ചോദിക്കേ. അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? സമാധാനത്തിന് വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. എഴുന്നേറ്റ് പോകുന്നുണ്ടോ അവിടുന്ന് എന്ന് സുധീഷ് വീണ്ടും ഒച്ചവെക്കേ. മനസമാധാനം കിട്ടുന്ന ഇടമെന്ന് ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. സമാധാനം തേടി വന്നിരിക്കുന്നു എന്നച്ഛൻ പറയേ. ഇങ്ങനോട് പോവാനാ പറഞ്ഞത്, ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കാതെ എന്ന് സുധീഷും. എന്ത് ടെൻഷനെന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും അച്ഛന്റെ ഫ്രണ്ടും അപ്പുറത്തെ ടേബിളിലിരുന്ന് വിളിക്കുക. എന്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്, ഞാനില്ലാതെ അവൻ അടിക്കില്ലെന്ന് പറഞ്ഞ് അവിടെ എണീറ്റ് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ നോക്കടാ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടുന്ന് പോവുകയാ. ചേട്ടാ ബിയർ കുറച്ച് വൈകുമെന്ന് ആ വെയിറ്റർ വന്ന് പറയേ. ബിയറും വേണ്ട ഒന്നും വേണ്ട പോയെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അവിടെ തളത്തിലെ കസേരയിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് നിധി. അരികെ തന്നെ സുഭാഷ് ഏട്ടനും ഇരിപ്പുണ്ട്. അങ്ങോട്ട് വരുന്ന നികേഷും കസേരയിൽ വെച്ച റിമോട്ടിന് മേലിരിക്കെ. റിമോട്ടിന് മേലെ ഇരുന്നത് എന്തിനാ ഇതെല്ലാം എന്ന് ചോദിക്കുകയാ. അത് കാണെ സുഭാഷ് ഏട്ടനും അങ്ങോട്ട് വന്ന് അവന്റെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങി ഷോക്കേസിലേക്ക് വെക്കുകയാ. ഷോക്കേസിൽ എടുത്തു വെക്കാതെ വല്ല ആക്രിക്കാർക്കും കൊടുക്കുന്ന നികേഷ് പറയാ. നിധിയും ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നികേഷ് സുഭാഷ് ഏട്ടനോട് വീട്ടിലേക്ക് ഒരു TV വാങ്ങാൻ പറയുന്നത്. മുമ്പ് വീട്ടിൽ ആരുമില്ലാത്തത് കൊണ്ടല്ലേ TV വാങ്ങാതിരുന്നത്. ഇപ്പൊ എനിക്കും ഏട്ടത്തിക്കും ഇടയ്ക്കിടെ ബോറടിക്കും. അപ്പോൾ TV കണ്ടിരിക്കാലോ. പെട്ടെന്നൊരു LED വാങ്ങണമെന്ന് നികേഷ് പറയേ. ശരിയെന്ന് സുഭാഷ് ഏട്ടനും സമ്മതിക്കുകയാണ്. ടെൻഷനോടെ ഇരിക്കുന്ന നിധിയോടായി നീ ഓക്കെ അല്ലേ മോളെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അതെ ഓക്കെ ആണെന്ന് അവൾ പറയുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ടെത്തുകയാ. അവൻ സംസാരിക്കാനായി ചെല്ലുമ്പോഴേക്കും എല്ലാവരും അവന് മുഖം കൊടുക്കാതെ തലയും കുനി ചിരിപ്പാ. അതുകൊണ്ട് അവനും ടെൻഷനോടെ സുഭാഷ് ഏട്ട എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് ദേഷ്യത്തോടെ ഇരിപ്പാ. ഹരീഷ് വീണ്ടും സുഭാഷ് ഏട്ട എന്ന് വിളിച്ച് സുഭാഷ് ഏട്ടന്റെ അരികിലേക്ക് ചെന്നിരുന്ന് എന്നോടൊന്നും മിണ്ടില്ലേ സുഭാഷ് ഏട്ട എന്ന് ചോദിക്കേ. നിന്നെ കുറിച്ച് ഓർക്കുമ്പോഴേ അപമാനം തോന്നുകയാ. എത്ര തവണ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാ, നിങ്ങളുടെ തലയിലൊന്നും കയറുന്നില്ലേ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. സോറി സുഭാഷ് ഏട്ട എന്ന് ഹരീഷും. എന്ത് സോറി? ആ പെൺകുട്ടി പാവമല്ലേ, വഴക്കിടുന്ന നിങ്ങളെ സമാധാനിപ്പിക്കലാണോ അവളുടെ ജോലി? അവൻ സോറിയും പറഞ്ഞു വന്നേക്കുന്നു എന്ന് സുഭാഷ് ഏട്ടൻ വഴക്കു പറയേ. ഹരീഷും എഴുന്നേറ്റ് തലയും കുനിച്ചിരിക്കുന്ന നിധിയുടെ അരികിലേക്ക് ചെന്ന് സോറി എടുത്തി എന്ന് പറയുന്നുണ്ട്. നിധിയും അവനെ മൈൻഡ് ചെയ്യാതെ മുഖവും തിരിച്ചിരിക്കെ അവൻ വീണ്ടും അവളോട് സോറി പറയുകയാ. കേട്ടില്ല എന്നവൾ പറയേ. സോറി എന്നവൻ ഉച്ചത്തിൽ പറയുകയാ. വീണ്ടും അവൾ കേട്ടില്ലെന്ന് പറയേ. ഉച്ചത്തിൽ ഹരീഷ് സോറി പറയുകയാ. അത് കേൾക്കാൻ ഞെട്ടലോടെ ചെവി പൊത്തിക്കൊണ്ട് ഓക്കെ എന്ന് പറഞ്ഞവൾ പുഞ്ചിരിയോടെ ഇരിക്കുക. അത് കാണാൻ നികേഷും സുഭാഷ് ഏട്ടനോടും സന്തോഷത്തോടെ പുഞ്ചിരിക്കുക. നിധി അപ്പോഴേക്കും ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എത്ര തവണ നിങ്ങൾ അടി കൂടിയിട്ടുണ്ടെന്ന് അറിയാമോ? തെരുവ് ഗുണ്ടകളെ പോലെ കിടന്ന് അടി കൂടും എന്നവൾ പറയേ. അങ്ങനെ വഴക്കുണ്ടാക്കിയും അടിയുണ്ടാക്കിയും ശീലമായി പോയി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കാമെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും സുധീഷും അങ്ങോട്ട് വരികയാ. എല്ലാവരും ഒന്നിച്ചവിടെ ഇരിക്കുന്ന കാണേ. സുധീഷും തലയും കുനിച്ച് അതിലെ നടന്നുപോയി അടുക്കളയിൽ ചെന്ന് വെള്ളമെടുത്ത് കുടിക്കുക. അത് കാണുന്ന നികേഷും വിളിച്ചു പറയുന്നുണ്ട്. സുധീഷേട്ടാ കിഡ്നി അടിച്ചു പോകും, ഒന്ന് പതുക്കെ കുടിക്കുന്നു. അത് കേൾക്കെ സുധീഷും മറുപടി ഒന്നും പറയാതെ നിധിയുടെ അരികിലേക്ക് വന്ന് നിധി എന്നോട് ക്ഷമിക്കേ, ഞാൻ ചെയ്തത് തെറ്റാണ്. വീട്ടിലെല്ലാവരോടും ദേഷ്യപ്പെട്ടതും തെറ്റു തന്നെയാ. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടി കിട്ടിയതും ഇവൻ എന്നോട് ദേഷ്യപ്പെട്ടതും നിധി എന്നെ വഴക്കു പറഞ്ഞതും എല്ലാം ഓർത്ത് ഒരുമാതിരി ആയിപ്പോയി. അപ്പോഴത്തെ ആ ദേഷ്യത്തിൽ അങ്ങനെയെല്ലാം പറഞ്ഞുപോയി എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും നിധി അവനെ മൈൻഡ് ചെയ്യാതെ ഒരേ ഇരിപ്പ. നിധിയുടെ ആ ഇരിപ്പ് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് സോറി 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 എന്ന് സുധീഷ് പറയുന്നുണ്ട്. എനിക്ക് സോറി ഒന്നും വേണ്ട, ഇനി മുതൽ രണ്ടുപേരും വഴക്കുണ്ടാക്കുകയും അടിയുണ്ടാക്കുകയും ചെയ്യില്ലെന്ന് ഒരു പേപ്പറിൽ എഴുതി ഒപ്പിട്ടതാ എന്നവൾ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ എഴുതി സൈൻ ചെയ്യാനോ? ഇതെന്താ ഒരു പുതിയ രീതി? ഞാൻ വേണമെങ്കിൽ നിധിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ കൈനീട്ടെ. നിധിയും പുറകോട്ട് മാറുകയാ. നികേഷും ഒരു പേപ്പറും പേനയുമായി അങ്ങോട്ട് വന്ന് ഇതിലെഴുതി സൈൻ ചെയ്യിച്ചേക്കെന്ന് പറയുന്നുണ്ടെങ്കിലും നിധി ദേഷ്യത്തോടെ അവനെ നോക്കുകയാ. സോറി അപ്പൊ വേണ്ടേ എന്ന് ചോദിച്ച് നികേഷും അവിടെ നിന്ന് പോകുമ്പോഴേക്കും സുഭാഷും പറയുന്നുണ്ട്. എഴുതി സൈൻ ചെയ്യുന്നതും സത്യം ചെയ്യുന്നതുമെല്ലാം അടുത്തൊരു വഴക്കു വരെ മാത്രമേ ഉണ്ടാവൂ. വഴക്കടിക്കാൻ തുടങ്ങിയാൽ എല്ലാം കാറ്റിൽ പറത്തും എന്നവൻ പറയേ. ഇതൊരു വീടല്ലേ, കാര്യങ്ങളെല്ലാം സമാധാനത്തോടെ പറഞ്ഞും ചോദിച്ചും സോൾവ് ചെയ്തുകൂടെ? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വഴക്കടിച്ച് അടിയുണ്ടാക്കുന്നതെന്ന് നിധി ചോദിക്കേ. അതെ അതെ, നിധി വളരെയധികം സ്നേഹവും സംസ്കാരമുള്ള ഒരു വീട്ടിൽ നിന്നാണല്ലോ വന്നത്. നിധിയുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാളോട് ദേഷ്യം വന്നാൽ അയാളെ കൊല്ലാറാണല്ലോ പതിവ്. എന്നാലും ഞങ്ങൾ ഇങ്ങനെ അടിയുണ്ടാക്കുന്നതെല്ലാം തെറ്റ് തന്നെ, മാറ്റാൻ ശ്രമിക്കാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ കണ്ടോ എന്നെ പരിഹസിക്കുന്നത് എന്ന് നിധിയും പരിഭവത്തോടെ പറയുന്നുണ്ട്. സുഭാഷും സുധീഷിനോടായി എടാ സുധീഷേ, അവൾ ഇപ്പൊ നിങ്ങളോട് ക്ഷമിച്ചതല്ലേ ഉള്ളൂ, വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കാനായി ഓരോന്ന് പറയാതിരുന്നൂടെ
എന്ന് ചോദിക്കാൻ നികേഷും പറയുന്നുണ്ട്. സുധീഷ് ഏട്ടന്റെ വായ തന്നെയാണ് സുധീഷ് ഏട്ടന്റെ എതിരാളി. വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് പിടിക്കുന്ന പോലെ വായിക്കും ഒരു ബ്രേക്ക് ഒക്കെ വെക്കും എന്നവൻ പറയേ. ശരിയാടാ പറഞ്ഞതെന്ന് ഹരീഷും പറയേ. മിണ്ടാതെ വായടച്ചിരിക്കടാ എന്ന് സുധീഷും. ഇയാളും വായടയ്ക്ക് എന്ന് ഹരീഷ് പറയേ. നിധി ദേഷ്യത്തോടെ അവരെ നോക്കുന്നത് കാണേ. സുധീഷും ഒരു ചിരിയോടെ, അതെ മുൻവശത്തെ ആ ഡോർ തുറന്നു കിടക്കല്ലേ, അത് അടയ്ക്കാനായി പറഞ്ഞതാ, ഇല്ലെങ്കിൽ കൊതുകെല്ലാം അകത്തേക്ക് കയറും, അതുകൊണ്ട് ഡോർ അടയ്ക്കെന്ന് പറഞ്ഞതാ, അത്രയേ ഉള്ളൂ എന്ന് സുധീഷ് പറഞ്ഞൊപ്പിക്കുന്നുണ്ടെങ്കിലും നിധി അവനെ ദേഷ്യത്തോടെ നോക്കിയിരിപ്പാ. അത് കാണേ സുധീഷും, ഹരീഷേ ഡോർ ഒന്നും അടയ്ക്കണ്ട, എനിക്കൊരു കോൾ വരും, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം, ഇപ്പൊ വരാമെന്ന് നിധിയോട് പറഞ്ഞ് നടന്നു നീങ്ങി. ഹോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാ സുധീഷും. എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ടെൻഷനോടെ നിൽക്കുകയായിരുന്ന ഹരീഷും സിറ്റൗട്ടിലേക്ക് ഇറങ്ങുകയാ. അവർ പോകുന്നത് കണ്ട് സന്തോഷത്തോടെ പരസ്പരം നോക്കി ചിരിക്കുകയാ സുഭാഷും നിധിയും. സിറ്റൗട്ടിലേക്ക് ഇറങ്ങിയ ഹരീഷും മുറ്റത്ത് ബൈക്കും ചാരി നിൽക്കണ സുധീഷിനെ കണ്ട് അവന്റെ അരികിലേക്ക് നടന്നു ചെന്ന്, ഇയാൾ എന്താ ഇവിടെ ചെയ്യണേ എന്ന് ചോദിക്കേ. ആകാശത്ത് എത്ര നക്ഷത്രമുണ്ടെന്ന് എണ്ണി നോക്കുകയായിരുന്നു എന്ന് സുധീഷും. ഹരീഷും ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട്, ഓ എണ്ണിക്കോ എന്ന് പറയേ. എന്താടാ വീണ്ടും വഴക്കുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഓ പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, ഇയാൾ ഏത് ടെൻഷനോടെയാണോ ഇങ്ങോട്ട് വന്നത് അതേ ടെൻഷനിലാ ഞാനും ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് ഹരീഷും സുധീഷിനോടായി പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഏടത്തേക്കൊരു വണ്ടി വേണമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വണ്ടി വന്നിട്ടുണ്ടെന്ന്. പുതിയ വണ്ടിയാണോ എന്ന് സുധീഷ് ചോദിക്കേ. ഞാനെന്താ പുതിയ വണ്ടി വിൽക്കുന്ന കടയിലാണോ, മെക്കാനിക്കൽ ഷോപ്പിൽ എങ്ങനെയാ പുതിയ വണ്ടി വരിക എന്ന് ഹരീഷ് ചോദിക്കേ. എത്ര വർഷം പഴക്കമുള്ള വണ്ടിയാടാ അതാ ചോദിച്ചതെന്ന് സുധീഷ്. ഒരു 6-7 വർഷം പഴക്കമുള്ള വണ്ടിയാണെന്ന് ഹരീഷ് പറയേ. കാണാൻ അത്രയ്ക്ക് മോശമൊന്നും അല്ലല്ലോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഏടത്തേക്ക് വേണ്ടിയല്ലേ നോക്കുന്നത്, ഞാൻ അങ്ങനെ മോശപ്പെട്ട വണ്ടിയെ കുറിച്ച് വന്ന് പറയൂ എന്ന് ഹരീഷ് ചോദിക്കേ. നീ വേണമെങ്കിൽ അതും ചെയ്യും, ഒരു മോശപ്പെട്ട വണ്ടി ഞാൻ നിധിക്ക് വാങ്ങിക്കൊടുത്ത് അതിനവൾ ദേഷ്യപ്പെട്ട് ഞങ്ങളെ തമ്മിൽ വഴക്കടുപ്പിക്കണമല്ലേ നിനക്ക് എന്ന് സുധീഷ് ചോദിക്കും. നിങ്ങളെ തമ്മിൽ വഴക്കടുപ്പിക്കുന്നത് ഞാനാണോ, കുറച്ചെങ്കിലും നന്ദിയുണ്ടോ ഇയാൾക്ക്? അന്ന് നിധിയുടെ അച്ഛനും കൂട്ടരും പിടിച്ചു വെച്ചപ്പോ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇയാളുടെ ഗതി എന്തായിരുന്നു എന്നവൻ ചോദിക്കേ. ശരി അത് വിട്, നീ വണ്ടിയെ പറ്റി പറ എന്ന് സുധീഷും. വണ്ടി പഴയ വണ്ടി തന്നെയാ, പക്ഷേ നല്ല കണ്ടീഷൻ വണ്ടിയാ, അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല. വണ്ടിയുടെ ഓണറെ കുറിച്ചും എനിക്കറിയാം, അയാളുടെ മകളുടെ കല്യാണം കഴിഞ്ഞ് മോളെ വിദേശത്തേക്ക് പോയി, അവളുടെ വണ്ടിയാണിത്, എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, നല്ല വണ്ടിയാണ്, ഇയാൾക്ക് ഓക്കെയാണോന്ന് വന്ന് നോക്ക് എന്ന് ഹരീഷ് പറയും. ശരി എത്ര ക്യാഷ് അവർ ചോദിക്കുന്നെന്ന് സുധീഷും. കുറച്ചധികം ക്യാഷ് അവർ ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് പറഞ്ഞ് റെഡിയാക്കാം എന്ന് ഹരീഷ് പറയേ. നീ കൊള്ളാലോടോ ഹരീഷേ, ഞാൻ വണ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോഴേക്കും ഏർപ്പാട് ചെയ്തു എന്ന് ചോദിക്കേ. ഇയാളെ പോലെയാണോ ഞാൻ എന്ന് ഹരീഷും. ഞാൻ എന്ത് ചെയ്തെന്നാ എന്ന് സുധീഷ് ചോദിക്കേ. ഇയാൾ എന്ത് ചെയ്തെന്നോ, എന്റെ ഫ്രണ്ടിന് ഒരു ഡ്രൈവർ ജോലി തരപ്പെടുത്തി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി, ആരോടെങ്കിലും ചോദിച്ചോ എന്ന് ഹരീഷ് ചോദിക്കേ. ഇല്ലടാ അത് മറന്നുപോയടാ എന്ന് സുധീഷ്. പിന്നീട് അവനൊരു ചിരിയോടെ, അത് വിടടാ, ഈ സുധീഷ് ഏട്ടനെ നീ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കണ്ടേ, ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് അലഞ്ഞു തിരികെയല്ലേ, എനിക്കെങ്ങനെ ഓർമ്മ വരാനാ. ശരി നിന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിത്താ, ഉടനെ അവനൊരു ജോലി റെഡിയാക്കി കൊടുക്കും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുകയാ ഹരീഷും. അപ്പോഴാണ് തളത്തിലൂടെ നടന്നു പോകുകയായിരുന്ന നിധിയും അവരെ ശ്രദ്ധിക്കുന്നത് കണ്ട്, എടാ നിധി ശ്രദ്ധിക്കുന്നുണ്ടടാ എന്ന് പറഞ്ഞ് അവളെ കാണിക്കാനായി അവർ സന്തോഷത്തോടെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽപ്പാം. അവരുടെ സ്നേഹത്തോടെയുള്ള ആ ചേർത്തുപിടിക്കലും സംസാരവും എല്ലാം കണ്ട് നിധി അമ്പരപ്പോടെ സുഭാഷേട്ടനെയും നികേഷിനെയും എല്ലാം അത് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. സുഭാഷേട്ട നോക്കിയേ എത്ര സന്തോഷത്തോടെ അവർ സംസാരിക്കുന്നതെന്ന് നിധി പറയേ. അവരങ്ങനെയാ നിധി, എപ്പോഴാ അടിയുണ്ടാക്കുക, എപ്പോഴാ സ്നേഹത്തോടെ പെരുമാറുന്നൊന്നും പറയാൻ പറ്റി എന്ന് സുഭാഷേട്ടൻ പറയേ. ഏടത്തേക്ക് ഇതെല്ലാം പുതുമയാ, ഞങ്ങൾ ഇതെല്ലാം കണ്ട് പഴകി, ഇവരെപ്പോഴും ഇങ്ങനെ അടിയുണ്ടാക്കുകയും ചെയ്യും ഒന്നിക്കുകയും ചെയ്യും എന്ന് നികേഷ് പറയേ. അവർ അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി മിണ്ടാതിരിക്കുമ്പോൾ നികേഷിനാകെ ടെൻഷനാവും. അവരാണെങ്കിലോ ഒന്നും നടക്കാത്തതുപോലെ സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും. ചെറിയ കുട്ടികളാവുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചാ സ്കൂളിലേക്ക് പോയിരുന്നത്, പോകുന്ന വഴിയിലും അവർ അടിയുണ്ടാക്കും, പിന്നെ എൻ്റെ അടുത്ത് വന്ന് ഓരോ പരാതി പറയും, അതെല്ലാം ശരിയായിക്കോളുമെന്ന് ഞാനും പറയും എന്ന് സുഭാഷേട്ടൻ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ അവർ നോക്കി നിന്ന്, വലിയ കഷ്ടം തന്നെ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞ് ചിരിയോടെ അകത്തേക്ക് പോവുകയാ നിധിയും. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.